കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഈ ദുർഭരണത്തെ അവസാനിപ്പിച്ച് ഒരു പുതുയുഗത്തിന് നമുക്ക് തുടക്കം കുറിക്കണം. അവർ ഈ സമസ്ത മേഖലയെയും തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് പോകുന്നത്. അടുത്ത മാസം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരത്തോട് സലാം പറയും. അപ്പോൾ കേരളത്തെ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ആക്കിയിട്ടാണ് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന മുഴുവൻ തകർന്നു, നട്ടെല്ല് തകർന്നു. ട്രഷറിയിൽ 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ബില്ലും മാറില്ല. എന്ന് വെച്ചാൽ 5 ലക്ഷത്തിന്റെ താഴെ മാറുന്നല്ല, അത് വാങ്ങിച്ചു വെക്കും, കൊടുക്കൂല. ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു പുല്ല് വെട്ടിയാൽ അതിന്റെ ബില്ല് കൊടുക്കണമെങ്കിൽ ട്രഷറിയിൽ നിന്ന് പാസ്സാവില്ല. എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത്. ഇതാണ് സ്ഥിതി. 10 കൊല്ലത്തെ ഭരണത്തിന്റെ ബാക്കി പത്രമാണ്. കഴിഞ്ഞ 12 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികളാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്, പണമില്ല. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, പല മരുന്നും പുറത്തേക്ക് എഴുതി തരികയാണ്. കാരണം മരുന്ന് സപ്ലൈ ചെയ്ത കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. ഇപ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 50,000 കോടി രൂപയാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമതും കൂട്ടാൻ പറഞ്ഞിരിക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ക്ഷേമനിധികളെല്ലാം തകരുകയാണ്. എന്നിട്ടിപ്പോ പ്രഖ്യാപനങ്ങളാണ്. ഗജരാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ്. പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ല, ധാരാളം പ്രഖ്യാപനങ്ങളാണ്. ഇപ്പോഴാണ് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. കാരണം പിണറായി വിജയൻ അറിയാം അവർ അധികാരത്തിൽ വരില്ല എന്ന്. ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് നടപ്പാക്കേണ്ട ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് മുച്ചൂടും മുടിപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ധനകാര്യമന്ത്രി ഇന്നലെ പറയാണ് കേരളത്തിലെ സാമ്പത്തിക നില ഭദ്രമാണ്. എന്നാ കൊടുക്കി പൈസ എല്ലാം ഈ കോടികളുടെ ബാധ്യത കൊടുത്തു തീർക്ക്. സാമ്പത്തിക നില ഭദ്രമാണെങ്കിൽ ഇപ്പോഴും 10,000 കോടി രൂപ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുകയാണ്, ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എടുത്തിട്ടും തീരുന്നില്ല, കടം തീരുന്നില്ല. ഇവർ കേരളത്തെ തകർത്ത സ്ഥലത്ത് നമുക്ക് കേരളത്തെ പുനരുജ്ജീവിപ്പിക്കണം. നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്.